ദൈവനാമത്തിന് മഹത്വം. എല്ലാ സ്നേഹിതർക്കും ക്രിസ്മസ് ആശംസകൾ. വളരെ സന്തോഷകരമാകുന്ന ഒരു സീസണിലേക്കാണ് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്മസ് ആശംസകൾ അന്യോന്യം നാം നേരുമ്പോൾ യഥാർത്ഥ ക്രിസ്മസ് സന്ദേശവും മനസ്സിലാക്കേണ്ടത് നാം ആവശ്യമാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ ജനന സമയത്ത് ദൂതന്മാർ പാടിയ ഒരു പാട്ടിന്റെ ഈരടികളാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. യേശു കർത്താവിൻ്റെ ജനനം സമാധാനം അറിയിക്കുന്ന, സമാധാനം പകരുന്ന ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. യേശു കർത്താവിൻ്റെ ജനനം എങ്ങനെയാണ് ഭൂമിയിലുള്ളവർക്ക് സമാധാനമായി മാറുന്നത്? ഈ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുമ്പോൾ അത് സമാധാനമായി നമുക്ക് ലഭിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ അത് സമാധാനമായി നമുക്ക് ലഭിച്ചത്? അനേക വേദഭാഗങ്ങളിൽ ബൈബിളിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു വേദഭാഗം ഇപ്രകാരം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. കൊലോസി ലേഖനം നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. യേശു കർത്താവ് തൻ്റെ ജീവനെ കാൽവരി ക്രൂശിൽ യാഗമായി സമർപ്പിച്ചപ്പോൾ, അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീണപ്പോൾ, അവൻ്റെ ശരീരത്തിൽ മുറിവേറ്റപ്പോൾ അത് വേദനയുടെ നിലവിളിയായിരുന്നില്ല, അതിലുപരിയായി നമ്മോടുള്ള ദൈവത്തിൻ്റെ കൃപയായി മാറി. ആ കൃപയിലൂടെ നമുക്ക് സമാധാനം ലഭിച്ചു. സാധാരണയായി നാം വായിക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ടെങ്കിലും ഒരു വേദഭാഗം കൂടെ ഓർപ്പിക്കട്ടെ. റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, അത് നിമിത്തം നമുക്ക് സമാധാനവും ലഭിച്ചിരിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് സീസൺ നമുക്ക് സമാധാനത്തിൻ്റെ നാളുകളായി തീരട്ടെ. ഈ ലോകത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുന്ന അനേക ഘടകങ്ങളുണ്ട്. നല്ല കാഴ്ചകൾ കാണുമ്പോൾ, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, നല്ല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ, പണം ലഭിക്കുമ്പോഴൊക്കെ സമാധാനം എന്ന് വിചാരിക്കുന്ന സന്തോഷത്തിൻ്റെ അനേക അനുഭവങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമാധാനം അത് നൈമിഷികമല്ല, അത് നിലനിൽക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സമാധാനം ശവക്കല്ലറ കൊണ്ട് തീരുന്നതല്ല, ശവക്കല്ലറയ്ക്കപ്പുറത്ത് നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. ആ സമാധാനത്തിലേക്ക്, ആ യഥാർത്ഥ ക്രിസ്മസിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ക്ഷണിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഗോഡ് ബ്ലെസ് യു.